ഹലോ. നീ എവിടെയാ? എറണാകുളത്ത് വന്നതിന് ശേഷം നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. പനി എറണാകുളത്തുനിന്ന് വന്നതിന് ശേഷം എനിക്ക് പനിയിടാ. പനിയാ? ഞാൻ പനിച്ചിട്ട് കിടക്കുന്ന. എന്നാ പിന്നെ എനിക്കൊന്ന് എന്നെ വിളിച്ച് പറയണ്ട, അതെന്താ പനിക്കാൻ? പനിക്കുന്നത് വേറൊന്നുമല്ല, ആ, എറണാകുളത്തുനിന്ന് നിന്റെ കളി ചെയ്തേനു, അതുകൊണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. എറണാകുളത്ത് നിന്ന് എന്റെ കളി അതിന് എറണാകുളത്ത് കളിച്ചാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് പനിക്കേണ്ട കാര്യം എന്താ ഉള്ളേ? ആ, ശരീരത്തിന് നല്ല വേദനയായിട്ടിരിക്കും. ഞാൻ നീ വല്ലതും കണ്ടി പേടിച്ചിട്ടാണോ പനി വന്നത്? പേടിക്കുകയും ചെയ്യുന്നു കുറച്ച്. ഇത് ആദ്യമായിട്ട് കാണുന്നേനാ? ഏഹ് ഇത് ആദ്യമായിട്ട് നീ കാണുന്നേനാ? അങ്ങനെയല്ല, നാട്ടിലുള്ള പോലെയല്ലല്ലോ. നിന്റെ കളി ചെയ്തതിന് 2 ദിവസം. പിന്നെ സ്വന്തമായിട്ട് അങ്ങനെയാവും. പിന്നെ നീ അങ്ങനെ കണ്ടിട്ട് പേടിച്ചാ? ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇല്ല, ഉള്ളില്? പിന്നെ മൊത്തത്തിൽ കണ്ടാലും ഞാൻ പേടിച്ചു പോയി. അല്ലേ? അല്ല, എന്തായി പനി നിനക്ക് മാറിയോ? കുറെ ദിവസമായപ്പോ? അന്ന് വന്നപ്പോഴേ പനിക്കുന്നു. പിന്നെ എനിക്ക് എന്നെ വിളിച്ച് പറയായിരുന്നില്ലേ, എന്നിട്ട് മാറാനായാ? നിന്നേക്ക് കുറച്ച് സുഖായിന്. ഞാൻ പിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നൊന്നും കാണുന്നില്ല. പിന്നെ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങ് വിളിച്ചതാ. അപ്പൊ വീട്ടിലാരും ഇല്ലേ? പിന്നെ വീട്ടിലാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഇല്ല. പനി കാണിച്ചിട്ടില്ലേ? ഉം കാണിച്ചിട്ടില്ലേ പനി? പനിച്ചിട്ട് കാണിക്കലും ചെയ്തിന്. ഇപ്പൊ സുഖമായി വരുന്നുണ്ടോ? സുഖമായ? സുഖായി, കുടിക്കുന്നില്ല. കുടിക്കുന്നില്ല? ഞാനങ്ങോട്ട് വരട്ടെ എന്നാല്? എന്തിന്? നേരിട്ട് കാണാനും പിന്നെ പനി മാറിയെന്ന് തൊട്ടോക്കലും വേണ്ടല്ലേ മോനല്ലേ? ആ, നീ തൊട്ടോക്കുമ്പോൾ അല്ല, എറണാകുളത്തുനിന്നുള്ള പോരായിട്ടാന്ന് ഇനി. അതൊന്നും പനിയില്ലല്ലോ. അതും പറഞ്ഞ പനി തൊട്ട് നോക്കിയിട്ട് എന്തുണ്ട് എന്ന് നോക്കിയിട്ട് വന്നൂടെ? പനി വിട്ടാരില്ലെങ്കിൽ പിന്നെ പനി ഇപ്പൊ അങ്ങനെ തൊട്ട് നോക്കണ്ട. അതെന്താ? അല്ല, ഇവിടെ വന്നിട്ട് എന്നാ വെറുതെ ഇരിക്കാനൊന്നും വിടൂലല്ലോ നീ. നീ ഒന്നും ചെയ്യണ്ട, പനിക്കുന്നില്ലേ, മിണ്ടാണ്ട് അവിടെ കിടന്നാ മതി. പിന്നെ ഞാൻ തൊട്ട് നോക്കിയിട്ട് പൊക്കോളാം. നീ എന്നെ തൊട്ട് നോക്കാനാണോ വരുന്നത്? പിന്നെ അല്ലാണ്ട് പനിക്കുന്ന പിന്നെ ഒന്ന് തൊട്ട് നോക്കിയാലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പനിച്ച് തീർന്നോ കഴിഞ്ഞാണല്ലോ. മരുന്ന് കഴിഞ്ഞാ? മരുന്നിന്നേക്ക് കഴിഞ്ഞു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറ്റപ്പോ പനി മാറിയിട്ട് കുളിക്കണ്ടേ? ഞാൻ വേണ്ടി കുളിപ്പിച്ചു തരാം. അയ്യാ, ഏ കുളിക്കാൻ ഞാൻ ഒറ്റക്ക് കുളിച്ചോളും. നീ കുളിപ്പിക്കൊന്നും വേണ്ട. കുളിക്കാന്ന് ഞാനൊരു മര്യാദ കുളിച്ചിട്ടില്ല. നമുക്കൊന്ന് കുളിച്ചാലേ നിന്റെ പനി മാറിയിട്ടുള്ള കുളിയും എന്റെ കുളിച്ചിട്ട് ശരിയാകാതൊരു കുളി രണ്ടും കൂടി ഒരുമിച്ച് നടത്താറുണ്ടോ? കുളിമുറിയിലായിരിക്കും. കുളി മുറിയുന്നോ? അല്ല, ബാത്റൂമിൽ നിന്ന് നീ എന്നെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ? കുളിമുറി തന്നെ. കുളിമുറിന്ന് പിന്നെ കുളിപ്പിക്കുമ്പോ പിന്നെ കുളിപ്പിക്കുമല്ലാണ്ട് നമ്മൾ എറണാകുളത്തൊന്ന് ഒരുമിച്ച് കുളിച്ചിട്ടില്ലേ? നമുക്കൊരു കുളി അങ്ങ് പാസ്സാക്കാം. അതെ, എറണാകുളം. അത് ഇവിടെ ഇവിടെ നീ വന്നാലും ശരിയാവോ? ആരും ഇല്ലല്ലോ. ആരും ഇല്ല. പിന്നെന്താ? അല്ല, അപ്പൊ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ? ആര് വരാൻ? ഞാൻ വരാനൊന്നുമില്ലല്ലോ. നീ ഇപ്പൊ തന്നെ വരുവാ? ഏ ഇപ്പം വരുവാ? ഇപ്പം വരുമെന്ന് വെച്ചാ കുറച്ച് തന്നെ എടുക്കണ്ടേ വരെ? ഇപ്പം വരുമെന്ന് എങ്ങനെയാ പറയാ? അധികം ലേറ്റ് ആറ്. അധികം ലേറ്റ് ആയിട്ട് വരരുതെന്ന്. അധികം ലേറ്റ് നോക്കാം, നമുക്ക് വേഗം എത്തിക്കാം. അതിനൊക്കെ പണിയില്ലേ? നീ പിന്നെ ഇപ്പം തന്നെ വരുന്നതാണെങ്കിൽ? അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ തന്നെ വരുന്നതാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാം. പിന്നെ വേഗം വരണ്ടെങ്കിൽ വേഗം വരേണ്ട പരിപാടി ചെയ്യാം. അതെന്ത് പരിപാടി? വരാൻ പിന്നെ എന്തെങ്കിലും പരിപാടി തന്നെ തരൂ. ഞാൻ ചോദിക്കുന്നേ, നമുക്ക്
പനിച്ചോണ്ട് കുളിപ്പിക്കാനേ പറ്റൂല. കുളിപ്പിക്കേ പനിച്ചോണ്ട് കുളിപ്പിക്കാനേ പറ്റുള്ളൂ. കുളിപ്പിക്കാൻ മാത്രമൊന്നുമല്ല, ഇത് എല്ലാവർക്കും രണ്ടിനും മൂന്നിനും ഇന്ന് ഒന്നും വേണമെന്ന് പറയാറ്. അത്രയും കാണിക്ക ഈ ഒരു കാര്യം നീ ഒന്നും ചെയ്യണ്ട, നമ്മള് അങ്ങനെ ചെയ്താ പോരെ. നീ ഒന്നും ചെയ്യണ്ടുണ്ട്. എല്ലാം നീ ഒറ്റയ്ക്ക് ചെയ്യും. എന്ത്? എല്ലാം നീ ഒറ്റയ്ക്ക് ചെയ്യൂന്ന്. ഓ പിന്നെന്താ, ഞാനെല്ലാം ചെയ്തു തരും, എല്ലാം ചെയ്യും. ഒറ്റയ്ക്ക് ചെയ്താ പോരാ, അന്ന് എനിക്ക് അറിയാതെയാ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യൂലേന്ന്. നീ ഒറ്റയ്ക്ക് ചെയ്താലും ഏ നീ ഒറ്റയ്ക്ക് ചെയ്താലും എനിക്കിഷ്ടം. ഞാനൊക്കൊന്നും കയ്യല്ലേ. അങ്ങനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടണ്ട കേട്ടോ, അതൊരു ശീലം ആക്കണ്ട. ഇന്ന് ഞാന് എന്താ ഞാൻ വിളിച്ചേ, ഞാൻ ഇന്നലെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നീ വിളിക്കുന്ന കാണുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് അതാ പറ്റിയെന്നുള്ളതില്ലാതെ ഞാൻ വിളിച്ചു നോക്കിയത്. എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. ഞാനിങ്ങനെ എന്ത് വേണം എന്നിട്ട് ഇങ്ങനെ ചാടി നിൽക്കുന്നു. കാരണം ഇത് സമയം തെറ്റിക്കഴിഞ്ഞാൽ അറിയാലോ എനിക്ക്. സമയം തെറ്റിട്ടൊന്നുമല്ല. സമയം തെറ്റിട്ടൊന്നുമല്ലാന്ന്. എന്റെ സമയം തെറ്റിന്നാ പറഞ്ഞേ. ഓ അങ്ങനെ, ഞാൻ ചോദിച്ചു എന്റെ സമയം തെറ്റിന്നോ. എന്റെ സമയോ പുറത്തേക്ക് പോകേണ്ട ആളെ സമയം തെറ്റിയാവോ? നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞു വിടണ്ടേ? അപ്പൊ അന്നേരെയാന്ന് ഞാൻ വിചാരിച്ചറിഞ്ഞ. ഓ അതിനൊക്കെ സമയം വേണം, നിന്നെ പോലെ അല്ല, കൊറേ കളഞ്ഞതാണല്ലോ പുറത്തേക്ക്. അത് 2-3 ദിവസമല്ലേ, 2 ദിവസമല്ലേ. ഇതൊക്കെ നിറയെ കുറെ സമയം എടുക്കുക, അപ്പൊ തന്നെ നിറയൂലേ. ഇവിടെ നല്ല മഴയുണ്ട്, അതാ കേൾക്കാൻ പറയുന്നത്. മഴയൊന്നും സാരമില്ല, ഞാൻ വരുമ്പോഴേക്ക് മഴയൊക്കെ തീരൂലേ. എങ്ങനെ വരുമോ? ഞാൻ എങ്ങനെയും വരാ, മഴയല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളും. പക്ഷെ വണ്ടിയൊന്നും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടേ? വണ്ടിയൊന്നും എടുത്തിട്ട് വരൂല. വണ്ടി എടുക്കണ്ടേ എങ്ങനെ അവിടെ ദൂരെ വരുമോ? എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വഴിക്ക് വെച്ചിട്ടായിട്ട് വന്നാൽ മതി, ഇങ്ങോട്ടേക്ക്. വണ്ടി അങ്ങനെ എന്റെ വീട്ടിലേക്ക് വണ്ടി എടുക്കൂല, അത് തന്നെ പണിയല്ലേ. വണ്ടി വീട്ടിലേക്ക് എടുക്കൂല, പക്ഷെ ഞാൻ പുറത്തോടെയും വെച്ചോളാം. അപ്പോ നീ ഇപ്പൊ വന്നാല് വൈകുന്നേരം ആകുമ്പോഴേക്കിന് പോകാൻ പറ്റും. വന്നപ്പാട് കുളി അല്ലേ? വന്നപ്പാട് കുളിയും കളിയും. സോപ്പും വെളിച്ചെണ്ണയായിട്ടും വേണോ? സോപ്പും വെളിച്ചെണ്ണയും ഇടുന്നുണ്ട്. എന്താ തേച്ചിട്ട് തന്നെ കുളിച്ചാലേ എന്താ? നീയും കുളിക്കുന്നോ? നീയും കുളിക്കുന്നോ? ഇതം വരെ പറഞ്ഞേ. നിന്നെ മാത്രം കുളിപ്പിക്കാനോ? നമുക്ക് രണ്ടാൾക്കും അങ്ങനെ കുളിച്ചാളിയാന്നാ പറഞ്ഞത്. എല്ലാരും നീ പനി മാറിയിട്ട് കുളിക്കണ്ടേ, അതുകൊണ്ടാ പറഞ്ഞേ. എന്നാ പിന്നെ നീ വേം വാ. വേം വരുവാ? സമയം കളയാണ്ട് വാ.